കേരള സർവകലാശാലയിൽ വി.സി. മോഹനൻ കുന്നുമ്മലും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും തമ്മിൽ വിഴുപ്പലക്കൽ. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വിവരവും വിദ്യാഭ്യാസവും എഴുത്തും വായനയും ഇല്ലാത്തവർ എന്ന് വി.സിയുടെ അധിക്ഷേപം. വി.സി നടത്തുന്ന പിത്തലാട്ടങ്ങൾ അംഗീകരിക്കില്ല എന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ തിരിച്ചടിച്ചു. ഹാൻസ് ജോൺ ചേരുന്നു വിവരങ്ങളുമായി. ഹാൻസ്, ഇതിപ്പോൾ കൈവിട്ടു പോകുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. ഭരണ പ്രതിസന്ധിക്ക് പുറമെ വി.സിയും സിൻഡിക്കേറ്റ് അംഗങ്ങളും തമ്മിൽ വളരെ മോശം പദപ്രയോഗങ്ങൾ നടത്തിയുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു വാഗ്വാദമാണിപ്പോൾ നടക്കുന്നതല്ലേ അവിടെ? തീർച്ചയായും ലക്ഷ്മി, കേരള സർവകലാശാലയിലെ പ്രശ്നങ്ങൾ വളരെ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്. ഗവർണറുടെ ഭാഗത്തു നിന്നും അതിനോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരു ശാശ്വതമായ ഉണ്ടാകാത്തതാണ് ഈ പ്രശ്നങ്ങൾ വീണ്ടും സങ്കീർണമാക്കുന്നത്. നേരത്തെ യൂണിയൻ പ്രതിനിധികളുമായിട്ടുള്ള യോഗത്തിനിടയിൽ വൈസ് ചാൻസലറുടെ ഭാഗത്തു നിന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ അധിക്ഷേപ പരാമർശമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ പ്രസ്താവനയിൽ പ്രധാനമായും പറയുന്നത് വിദ്യാഭ്യാസ യോഗ്യതയുള്ള സംസ്കാര സമ്പന്നനായ ഒരു വൈസ് ചാൻസലറെയാണ് കേരള സർവകലാശാല ആവശ്യപ്പെടുന്നത്. താൽക്കാലിക വി.സി നടത്തുന്ന പിത്തലാട്ടങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല. അതുകൂടാതെ തന്നെ നിലവിൽ അദ്ദേഹം കാണിക്കുന്ന നാടകങ്ങളുടെ പരിധി തകരുകയാണ്. വൈസ് ചാൻസലർ പദവിയുടെ സമസ്ത മാന്യതയും അന്തസ്സിനെയും ഔചിത്യങ്ങളെയും താൽക്കാലിക വി.സി വെല്ലുവിളിക്കുന്നു. അതിനുദാഹരണമാണ് ഇന്ന് നടക്കേണ്ട സബ് കമ്മിറ്റി യോഗത്തിന് അനുവാദം നിഷേധിച്ചുകൊണ്ട് സിൻഡിക്കേറ്റ് റൂം പൂട്ടിപ്പോയ വി.സിയുടെ നിലപാട്. ഇതുകൂടാതെ തന്നെ ഇത് കടുത്ത നിയമവിരുദ്ധതയും കടന്നുകയറ്റവുമാണ്. അദ്ദേഹത്തിൻ്റെ വാക്കിലും പ്രവൃത്തിയിലുമെല്ലാം നിലവാര തകർച്ച ഉണ്ടെന്നുള്ളത് വ്യക്തമാണ്. കൂടാതെ സർവകലാശാലയിലെ ചില ഒറ്റപ്പെട്ട യൂണിയൻ സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ യോഗത്തിൽ വി.സി നടത്തിയ പ്രതികരണങ്ങൾ വളരെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന മറുപടി അറിയിക്കാത്തതും തരംതാണതുമാണ്. കൂടാതെ സർവകലാശാലയിൽ വൈസ് ചാൻസലർ നടത്തിവരുന്ന ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ നിയമപരമായി നേരിടും. അതുകൂടാതെ തന്നെ സർവകലാശാലയെ സംരക്ഷിക്കാനാവശ്യമായ പ്രക്ഷോഭങ്ങളിലേക്കും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ കടക്കുമെന്നും ഇപ്പോൾ അവർ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ലക്ഷ്മി, ഹാൻസ് ജോൺ ആണ് വിവരങ്ങൾ പങ്കുവച്ചത് തിരുവനന്തപുരത്ത് നിന്ന്.